ആകാശവാണി. വിദ്യാഭ്യാസ രംഗം. വിജയവാണി. SSLC പരീക്ഷാ സഹായി. ഇൻഫർമേഷൻ ടെക്നോളജിയെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക അമിന റോഷ്നി. IT പാഠപുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ 4 പാഠങ്ങളുണ്ട്. ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുന്നത്, വിവരസഞ്ചയം ഒരാമുഖം, ചലിക്കും ചിത്രങ്ങൾ, കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തക സംവിധാനം എന്നീ പാഠങ്ങളാണ് രണ്ടാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുന്നത് എന്ന പാഠത്തിൽ എന്താണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പാഠം ആരംഭിക്കുന്നു. ലോകം മുഴുവനുള്ള ഒരു നെറ്റ്വർക്ക്. ആർക്കും ഏത് സമയത്തും ഒരു നെറ്റ്വർക്കിൽ പങ്കുചേരാം, പുറത്ത് കടക്കുകയുമാകാം. ഇത്തരത്തിൽ വിവരവിനിമയ രംഗത്ത് അനന്ത സാധ്യതകളുള്ള ആഗോള കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഫയലുകൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കും. ദൂരെയുള്ള ആളുകളുമായി കണ്ട് സംസാരിക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്കായി കച്ചവടക്കാർക്ക് ഓർഡർ നൽകാം. വിവരങ്ങൾ എളുപ്പത്തിൽ പങ്കുവയ്ക്കാം. തുടങ്ങി നീളുന്നു ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗങ്ങളുടെ പട്ടിക. ഈ പാഠത്തിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ തിയറി വിഭാഗത്തിൽ ചോദിച്ചു കാണുന്നു. ഇനി എന്താണ് സെർവർ കമ്പ്യൂട്ടർ? ഇൻ്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് സ്ഥാപിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറാണ് അതിൻ്റെ സെർവർ. വെബ്സൈറ്റ് നൽകുന്ന സേവനങ്ങൾക്കനുസരിച്ച് പലതരം ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായി പ്രത്യേക പ്രോഗ്രാമുകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. കുറേയേറെ ആളുകൾ ഒരേ സമയം ഉപയോഗിക്കേണ്ടതിനാൽ നല്ല പ്രവർത്തനശേഷിയുള്ള കമ്പ്യൂട്ടറുകളായിരിക്കും ഇവ. IP വിലാസവും ഡൊമൈൻ നാമവും. നെറ്റ്വർക്കിലെ ഏതൊരു കമ്പ്യൂട്ടറിനും IP വിലാസം ഉണ്ടായിരിക്കും. അതുപോലെ മറ്റാർക്കും ഇല്ലാത്ത IP വിലാസം സെർവർ കമ്പ്യൂട്ടറിനും നൽകിയിരിക്കും. എന്നാൽ IP വിലാസങ്ങൾ ഓർത്തിരിക്കുക ബുദ്ധിമുട്ടാണ്. അതിനാൽ IP വിലാസത്തെ ഓർക്കാൻ എളുപ്പമുള്ള പേരുകളായി ബന്ധപ്പെടുത്തുന്നു. ഈ പേരുകളെ ഡൊമൈൻ നാമങ്ങൾ എന്ന് പറയുന്നു. ഡൊമൈൻ നാമം അറിഞ്ഞിരുന്നാൽ IP അഡ്രസ് കണ്ടെത്താനും കഴിയും. HTML-ൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പേജിനെയാണ് വെബ് പേജ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കിയ HTML ഫയലുകളും മറ്റു വിഭവങ്ങളും ഇൻ്റർനെറ്റിൽ കൈമാറ്റം ചെയ്യുന്നതിനുള്ള പ്രോട്ടോക്കോളാണ് HTTPയുടെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. HTTPയാൽ കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു വെബ്സൈറ്റിന് പൊതുവെയുള്ള ഡൊമൈൻ നാമത്തിന് പുറമെ അതിലുള്ള ഓരോ ഫയലിനും മറ്റു വിഭവങ്ങൾക്കും പ്രത്യേകം വിലാസമുണ്ടായിരിക്കും. ഇതിനെ ആ ഫയലിൻ്റെ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അതായത് URL എന്ന് പറയുന്നു. തുടർന്ന് ഇമെയിൽ, ബാങ്കിംഗ്, മറ്റ് സമൂഹ മാധ്യമങ്ങൾ, ബ്ലോഗുകൾ, ഗവേണൻസ്, OTP എന്നിവയെക്കുറിച്ചും ഈ പാഠത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ഇവ നന്നായി വായിച്ചു പഠിക്കുക. സാധാരണ തിയറി ചോദ്യങ്ങളായി ഇവയിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി കാണാറുണ്ട്. ഇനി അധ്യായം 8 വിവരസഞ്ചയം ഒരാമുഖം. ക്രമീകൃതമായ വിവരങ്ങളുടെ ശേഖരമാണ് വിവരസഞ്ചയം അഥവാ ഡേറ്റാബേസ്. ഒന്നോ അതിലധികമോ പട്ടികകളിലാണ് ഒരു ഡേറ്റാബേസിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുക. വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കുക, പുതിയ വിവരങ്ങൾ ചേർക്കുക, ആവശ്യമില്ലാത്തവ നീക്കം ചെയ്യുക, ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുക, ഉചിതമായ മാറ്റം വരുത്തുക തുടങ്ങിയവയെല്ലാം ഡേറ്റാബേസിൽ സാധ്യമാണ്. ഉദാഹരണം സമ്പൂർണ്ണ സോഫ്റ്റ്വെയർ. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ വിവരങ്ങളെല്ലാം ഈ സമ്പൂർണ്ണ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ സ്കൂൾ ലൈബ്രറിയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡേറ്റാബേസ് ചെയ്യുന്ന പ്രവർത്തനമാണ് ആദ്യമായി പ്രാക്ടിക്കലായി ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഡേറ്റാബേസിൽ പുതിയ ഡേറ്റ കൂട്ടിച്ചേർക്കുക, ആവശ്യമില്ലാത്തവ നീക്കം ചെയ്യുക, ആവശ്യാനുസരണം ഡേറ്റ അപഗ്രഥനം ചെയ്യുക, റിപ്പോർട്ടുകൾ തയ്യാറാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളോട് കൂടിയ സോഫ്റ്റ്വെയർ സംവിധാനത്തെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് DBMS എന്ന് പറയുന്നു. ഇത് തിയറി ചോദ്യമായി ചോദിക്കാറുണ്ട്. ഡേറ്റാബേസ് നിർമ്മിക്കാനും സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനും DBMS നമ്മെ സഹായിക്കുന്നു. ഇതിനായി ചില ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു. MySQL,
മൈക്രോസോഫ്റ്റ് SQL സെർവർ, ഒറാക്കിൾ തുടങ്ങിയവ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ഉദാഹരണങ്ങളാണ്. ഇവ ഓർക്കുമല്ലോ. കൂടാതെ ലിബ്രെഓഫീസ് ബേസ്, മൈക്രോസോഫ്റ്റ് ആക്സസ് എന്നിവയും DBMSകളാണ്. ഡേറ്റാബേസ് നിർമ്മാണം. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെഓഫീസ് ബേസ് തുറന്ന് സെലക്ട് ഡേറ്റാബേസ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ന്യൂ ഡേറ്റാബേസ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. തുടർന്ന് ഫിനിഷ് ബട്ടൺ നൽകി ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുക. ഈ ഡേറ്റാബേസ് തുറക്കുമ്പോൾ ടേബിൾ, ക്വറി, ഫോം, റിപ്പോർട്ട് തുടങ്ങിയ ഓപ്ഷനുകൾ കാണാൻ കഴിയും. ഇതിൽ ടേബിൾ തിരഞ്ഞെടുത്ത് പട്ടിക തയ്യാറാക്കാം. ടാസ്ക് പാനലിൽ ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ എടുത്ത് ഫീൽഡ് നെയിമുകൾ നൽകുക. ഏതുതരം ഡേറ്റയാണ്, അതായത് ടെക്സ്റ്റ്, നമ്പർ, ചിത്രം തുടങ്ങിയവ നൽകുന്നതെന്ന് ഇവിടെ കൊടുക്കണം. ഡേറ്റ ആവർത്തിക്കാതിരിക്കാൻ പട്ടികയിൽ ഒരു ഫീൽഡിനെ പ്രൈമറി കീ ആയി നിർവചിക്കുക. എല്ലാ ഫീൽഡും നൽകിയ ശേഷം സേവ് ചെയ്യുക. പട്ടിക നിർവചനം പൂർത്തിയായി. വിവരങ്ങൾ പട്ടികയിലേക്ക് മാറ്റാനായി ഫോം നിർമ്മിക്കേണ്ടതുണ്ട്. ലിബ്രെഓഫീസ് ബേസിലെ ഫോം സങ്കേതം ക്ലിക്ക് ചെയ്ത് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ഫോം സെലക്ട് ചെയ്യുക. ടേബിൾ സെലക്ട് ചെയ്യുക. അവൈലബിൾ ഫീൽഡ് സെലക്ട് ചെയ്ത് ആരോ ക്ലിക്ക് ചെയ്ത് ഫീൽഡ്സ് ഇൻ ദ ഫോം എന്ന കോളത്തിലാക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഫോമിനാവശ്യമായ ലേഔട്ട്, നിറം, സ്റ്റൈൽ എന്നിവ തിരഞ്ഞെടുക്കാം. സെറ്റ് നെയിമിൽ പേര് നൽകി ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഫോം ഡിസൈൻ പൂർത്തിയായി. ഈ ഫോം ഉപയോഗിച്ച് ഡേറ്റ എൻട്രി നടത്താം. വലിയ ഒരു ഡേറ്റാബേസിൽ നിന്നും ആവശ്യമായുള്ള വിവരങ്ങൾ മാത്രം ലഭിക്കാൻ നമുക്ക് ക്വറി ഉപയോഗിക്കാം. ഡേറ്റാബേസ് പാനലിലെ ക്വറി ക്ലിക്ക് ചെയ്ത് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എടുത്ത് ക്വറിയിൽ ഉൾപ്പെടുത്തേണ്ട ഫീൽഡുകൾ മാത്രം തിരഞ്ഞെടുത്ത് പട്ടിക സോർട്ട് ചെയ്യേണ്ട ക്രമം നൽകി നമുക്ക് ആവശ്യമായ സെർച്ച് കണ്ടീഷൻ നൽകി സേവ് ചെയ്യുക. ആവശ്യമായ ക്വറി പട്ടിക രൂപത്തിൽ ലഭിക്കും. ഇത്തരത്തിൽ റിപ്പോർട്ടുകളും തയ്യാറാക്കാം. റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. പട്ടിക തിരഞ്ഞെടുക്കുക. റിപ്പോർട്ടിൽ വരേണ്ട ഫീൽഡുകൾ നൽകുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് ടൈറ്റിൽ നൽകി ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കാം. ഈ പ്രവർത്തനങ്ങൾ സാധാരണയായി പ്രാക്ടിക്കൽ ചോദ്യമായി കണ്ടുവരുന്നു. ഇനി അധ്യായം 9 ചലിക്കും ചിത്രങ്ങൾ. ഒരു അനിമേഷൻ നിർമ്മിക്കുന്ന വിധമാണ് ഈ പാഠം ചർച്ച ചെയ്യുന്നത്. ചില പ്രധാനപ്പെട്ട അനിമേഷൻ സോഫ്റ്റ്വെയറുകളാണ് സിൻഫിക് സ്റ്റുഡിയോ, ടുപ്പി ഓപ്പൺ 2D മാജിക്, ടുപ്പി ട്യൂബ്, പെൻസിൽ, അബോർഡ് ഫ്ലാഷ്, ടൂൺ ബൂം, അനിമി സ്റ്റുഡിയോ എന്നിവ. ഇവ തിയറി ചോദ്യമായി കണ്ടുവരുന്നു. ഈ പാഠത്തിൽ സിൻഫിക് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അനിമേഷൻ തയ്യാറാക്കുന്ന വിധം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആദ്യം സ്റ്റോറി ബോർഡ് തയ്യാറാക്കണം. ഈ സോഫ്റ്റ്വെയർ നിർമ്മിച്ചത് റോബർട്ട് ബി ക്വാറ്റൽബാം ആണ്. 2D അനിമേഷനാണ് ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, സിൻഫിക് സ്റ്റുഡിയോ തുറക്കാം. ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്തോ ഇമ്പോർട്ട് ചെയ്തോ വരച്ചോ തയ്യാറാക്കാം. തുടർന്ന് ആവശ്യമായ അനിമേഷനുകൾ നൽകാം. അധ്യായം 10 കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തക സംവിധാനം. ഈ പാഠത്തിൽ നിന്നും തിയറിക്കായി ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ പിതാവായ ചാൾസ് ബാബേജ് നിർമ്മിക്കാൻ ശ്രമിച്ച ആദ്യ കമ്പ്യൂട്ടറായ അനലിറ്റിക്കൽ എഞ്ചിൻ്റെ ചിത്രം നൽകിയാണ് ഈ പാഠം ആരംഭിക്കുന്നത്. 120 വർഷം കഴിഞ്ഞ് പ്രവർത്തനക്ഷമമായ ഒരു കമ്പ്യൂട്ടർ ഇനിയാക് നിർമ്മിച്ചതും പാഠത്തിൽ വിശദീകരിക്കുന്നു. പ്രത്യേക ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ. തുടർന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഗ്നു ലിനക്സ്, യുണിക്സ്, BSD, മാക്സ് OS X തുടങ്ങിയ ഉദാഹരണങ്ങൾ തിയറി ചോദ്യങ്ങളിൽ കണ്ടുവരുന്നു. പേജ് 144 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നു. ഇത് ഒരു പ്രത്യേക തിയറി ചോദ്യമാണ്. ഗ്നു ലിനക്സ്, അതിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം ext3, ext4. മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഉപയോഗിക്കുന്നത് FAT32, NTFS തുടങ്ങിയവയാണ്. ആപ്പിൾ മാക് OS Xൽ ഉപയോഗിക്കുന്നത് HPFS, HPFS+ തുടങ്ങിയവയാണ്. ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിന് യോജിക്കുന്ന രീതിയിൽ ഹാർഡ് ഡിസ്കിനെ ഫോർമാറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് അതിൻ്റെ ഫയൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഫയൽ സിസ്റ്റം തരംതിരിച്ചു സൂക്ഷിക്കാൻ ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യാൻ സാധിക്കും.
സാധാരണയായി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പ്രവർത്തന തലത്തിൽ 2 ഭാഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിലൊരു ഭാഗത്തെ കേർണൽ എന്ന് പറയുന്നു. ഇതൊരു പ്രധാന തിയറി ചോദ്യമാണ് കേട്ടോ. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറുമായി നേരിട്ടോ ഡ്രൈവുകളുടെ സഹായത്തോടെയോ സംവദിക്കുന്നത് ഈ ഭാഗമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന കേർണലുകൾ പേജ് 147 തന്നിട്ടുണ്ട്. ഗ്നു ലിനക്സിൽ ലിനക്സ്, മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ വിൻഡോസ് NT, ആപ്പിൾ മാക് OS Xൽ XNU തുടങ്ങിയ കേർണലുകൾ ഓർമ്മിക്കുമല്ലോ. പേജ് 150 ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനി, അടിസ്ഥാനമാക്കിയിരിക്കുന്ന പ്രോഗ്രാം എന്നിവയടങ്ങിയ പട്ടിക തിയറി ചോദ്യങ്ങളുടെ കലവറയാണ്. ബ്ലാക്ക്ബെറി 10ൽ ബ്ലാക്ക്ബെറി ലിമിറ്റഡ് അതാണ് പുറത്തിറക്കുന്ന കമ്പനി, അടിസ്ഥാനമാക്കിയിരിക്കുന്ന പ്രോഗ്രാം QNX ആണ്. ഇത്തരത്തിൽ പാഠത്തിൻ്റെ അവസാനം തന്നിരിക്കുന്ന തിയറി ചോദ്യങ്ങളും പ്രാധാന്യമർഹിക്കുന്നവയാണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രമേ തിയറി ചോദ്യങ്ങൾ ശരിയായി എഴുതാൻ കഴിയുകയുള്ളൂ. ചോദ്യം നന്നായി മനസ്സിലാക്കി ഉത്തരങ്ങൾ എഴുതുക. ഇനി സാധാരണയായി IT പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നോക്കിയാലോ. ആദ്യം മൾട്ടിപ്പിൾ ചോയ്സ്. തിയറി ചോദ്യങ്ങളിൽ പ്രധാനമായും മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനുകളുമാണ് ഉള്ളത്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ കളർ പാലറ്റ് ഉപയോഗിക്കുമ്പോൾ സ്ട്രോക്കിന് നിറം നൽകാനായി മൗസ് ക്ലിക്കിനൊപ്പം ഉപയോഗിക്കുന്ന കീ ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഷിഫ്റ്റ്, സ്പേസ്, ടാബ്, കൺട്രോൾ. ഇതിൽ ഷിഫ്റ്റാണ് ശരിയായ ഉത്തരം. അരുൺ തയ്യാറാക്കിയ സ്കൂൾ ലോഗോ .svg എന്ന ചിത്രത്തിൽ സ്കൂളിൻ്റെ പേര് ചേർക്കാനായി വിട്ടുപോയി. ചിത്രം എഡിറ്റ് ചെയ്ത് സ്കൂളിൻ്റെ പേര് ചേർക്കാൻ ഏത് സോഫ്റ്റ്വെയറാണ് അനുയോജ്യമായത്? G-Color 2, G-Thumb Image Viewer, QGIS, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക് എഡിറ്റർ. ഉത്തരം ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക് എഡിറ്റർ. സ്വതന്ത്ര വെക്ടർ ഗ്രാഫിക് സോഫ്റ്റ്വെയർ ഏതാണ്? ഇങ്ക്സ്കേപ്പ്, ജിം, അഡോബ് ഇല്ലസ്ട്രേറ്റർ, കോറൽ ഡ്രോ. ഇതിൽ ഉത്തരം ഇങ്ക്സ്കേപ്പ്. ഇങ്ക്സ്കേപ്പിൽ വരച്ച കപ്പും സോസറും ഒരുമിച്ച് ചേർക്കുന്നതിന് അനുയോജ്യമായ ഓപ്ഷൻ ഏതാണ്? ഗ്രൂപ്പ്, അൺഗ്രൂപ്പ്, മാസ്ക്, റേസ്. ഉത്തരം അറിയാമല്ലോ, ഗ്രൂപ്പ്. വെക്ടർ ചിത്രങ്ങളിൽ ശരിയായവ ഏത്? വെക്ടർ ചിത്രങ്ങൾ സ്കെയിൽ ചെയ്യുമ്പോൾ വ്യക്തത നഷ്ടപ്പെടുന്നു. ബിറ്റ് മാപ്പ് ചിത്രങ്ങളെ വെക്ടർ ചിത്രങ്ങൾ എന്ന് പറയാം. വെക്ടർ ചിത്രങ്ങൾ തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറാണ് ജിംബ്. SVG ചിത്രങ്ങൾ വെക്ടർ ചിത്രങ്ങളാണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്നും SVG ചിത്രങ്ങൾ വെക്ടർ ചിത്രങ്ങളാണ് എന്നതാണ് ശരിയായ ഉത്തരം. വെക്ടർ ഇമേജ് ഫയൽ ഫോർമാറ്റ് ഏതാണ്? PNG, JPG, SVG, GIF. ഏതാണ് ഇതിൽ കറക്റ്റ് ഉത്തരം? വെക്ടർ ഇമേജ് എല്ലാം ഇങ്ക്സ്കേപ്പിൽ SVG ഫോർമാറ്റാണ്. സോ ഉത്തരം SVG. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ പേജിൽ 2 ഒബ്ജക്റ്റുകൾ ഒന്നിനുമേൽ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്നു. ഇതിൽ താഴെയുള്ള ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ചുവടെയുള്ള ഏത് ഓപ്ഷൻ ഉപയോഗിക്കണം? ഒബ്ജക്റ്റ് ലോവർ, ഒബ്ജക്റ്റ് ഡൗൺ, ഒബ്ജക്റ്റ് റേസ്, ഒബ്ജക്റ്റ് അപ്പ്. ഇതിലേത് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ മുകളിലേക്ക് കൊണ്ടുവരാനായി ഒബ്ജക്റ്റ് റേസ് എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? ഇങ്ക്സ്കേപ്പ്, അഡോബ് ഇല്ലസ്ട്രേറ്റർ, കോറൽ ഡ്രോ, ജിംബ്. റാസ്റ്റർ ചിത്രങ്ങൾ ജിംബിൽ തയ്യാറാക്കുന്നത് ഓർമ്മിക്കുമല്ലോ. സോ ഉത്തരം ജിംബ്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ക്രിക്കറ്റ് പന്തിന് 3D എഫക്റ്റ് കിട്ടാൻ ഉപയോഗിക്കുന്ന ഗ്രേഡിയൻ്റ് ഏതാണ്? ലീനിയർ ഗ്രേഡിയൻറ്റ്, സർക്കുലർ ഗ്രേഡിയൻറ്റ്, റേഡിയൽ ഗ്രേഡിയൻറ്റ്, സ്പൈറൽ ഗ്രേഡിയൻറ്റ്. ഉത്തരം റേഡിയൽ ഗ്രേഡിയൻറ്റ്. നമുക്ക് 2 തരത്തിലുള്ള ഗ്രേഡിയൻറ്റുകളാണുള്ളത്, ലീനിയർ ഗ്രേഡിയൻറ്റും റേഡിയൽ ഗ്രേഡിയൻറ്റും. ഇതിൽ പന്തിന് 3D എഫക്റ്റ് നൽകാൻ നമ്മൾ ഉപയോഗിക്കുന്നത് റേഡിയൽ ഗ്രേഡിയൻ്റാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയെ ആസ്പദമാക്കിയുള്ള 2ാമത്തെ ക്ലാസ് അവതരിപ്പിച്ചത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക അമിന റോഷ്നി. വിജയവാണി SSLC പരീക്ഷാ സഹായി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.